ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്കൊരു സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇല വലിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇല എന്തിനാണ് വലിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇലയട ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഗ്രാമത്തിലെ സുന്ദരമായ സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. തോടൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് മഴയായ കാരണം. അപ്പോൾ ഇതൊക്കെ തോട് വെള്ളം കലങ്ങി മറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കുളിച്ച തോടായിരുന്നു. അപ്പോൾ ഇല അന്വേഷിച്ചിറങ്ങി. അപ്പോൾ ഇല അതാ അവിടെ കണ്ടു. അപ്പോൾ ഇല വലിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. എന്തിലയാണെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇല. പ്ലാച്ചി ഇല എന്ന് പറയും. മുരിക്കിൻ്റെ ഇലയാണ്, മുരിക്കൻ പൂവിൻ്റെ ഇല. അപ്പോൾ സാധാരണ ഞങ്ങളുടെ ഈ സൈഡ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ആ വഴിയൊക്കെ ഇലയട ഉണ്ടാക്കുന്നത് മിക്കവാറും ഈ ഇല വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇലയൊക്കെ നുള്ളി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വേപ്പിൻ്റെ ഇലയൊക്കെ കുടുങ്ങിക്കിടക്കണം. അതൊക്കെ അപ്പോൾ വൃത്തിയാക്കി ഇല വീണ്ടും വലിച്ചു. കുറച്ച് മൂപ്പ് കൂടുതലുള്ളതും പാടില്ല, ഒരുപാട് ഇളമിച്ചതും പാടില്ല. അപ്പോൾ ഇലയൊക്കെ ഒരു വലിച്ചു കൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പൂത്ത് നിൽക്കുന്ന കുറച്ച് പൂക്കളാണ് അപ്പോൾ ഇതൊക്കെ. ഇത് ഈ മഴക്കാലത്തൊക്കെയാണ് ഇങ്ങനത്തെ പൂക്കൾ കൂടുതലായിട്ട് പൂത്ത് നിൽക്കുന്നത്. അതാ ഇതൊരു പൂവാണ് കേട്ടോ. ഇതിന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തീ കത്തി നിൽക്കണ പോലെയുള്ള ഒരു പൂവാണ്. കാണാൻ നല്ല ചന്തമാണ് കേട്ടോ. ഇത് നേരത്തെയൊക്കെ തോടിൻ്റെ വക്കത്ത് നിറയെ ഉണ്ടായതായിരുന്നു. ഇപ്പോഴൊക്കെ കമ്മിയാണ്. പക്ഷെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി, നല്ല റെഡ് നിറത്തിൽ നല്ല ചന്തമുള്ള പൂവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇലയൊക്കെ വലിച്ച് മടങ്ങി. അങ്ങനെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. കഴുകി കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ ചെറുപയറൊക്കെ വൃത്തിയായിട്ട് കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റുകയാണ്. പിന്നെ നമുക്ക് ചെറുപയറും എടുക്കാം, വെള്ളപ്പയർ, മുതിര എന്നിവയൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുക്കർ വെച്ച് വിസിലടിക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചു. പിന്നെ അടുത്തത് നമുക്ക് മാവ്, അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു പാക്കറ്റ് അരിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിപ്പൊടി ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട്, ഉപ്പ് ചേർക്കില്ല, മധുരം ഇടുന്ന കാരണം ഉപ്പ് ചേർക്കത്തില്ല. അപ്പോൾ അതൊക്കെ കുഴച്ച് നമ്മൾ അധികം വെള്ളമില്ലാത്ത രൂപത്തിൽ കുഴച്ചിട്ട് ഇങ്ങനെ മാവ് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ വില കൂടിയ തേങ്ങ എടുത്തിട്ട് സുന്ദരമായി രണ്ടായി പൊട്ടിച്ചിട്ട് അങ്ങ് നന്നായിട്ട് ചിരകി മാറ്റി വയ്ക്കുക. തേങ്ങ ചിരവിയത്. പിന്നെ കുറച്ച് വെള്ളം, 4 വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കല്ലിലിട്ട് കുത്തി പൊട്ടിച്ചു വെള്ളം. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ വേവിച്ചത് എടുത്തു. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തു. വെള്ളം വേറെ ആക്കി അരിയും മാവ് കുഴച്ചത്. പിന്നെ ഇലയിലേക്ക് ഇങ്ങനെ ഇല വൃത്തിയായി കഴുകണം കേട്ടോ. കഴുകിയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിന് മേലെ വെള്ളവും ഈ ചെറുപയറും തേങ്ങയും കൂടി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി ആയിട്ടാണ് ഞങ്ങൾ ഇലയട ഉണ്ടാക്കുന്നത്. അപ്പോൾ വേവിച്ചെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് വെള്ളപ്പയറോ കൊള്ളോ ഏതൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം. മധുരവും ഒക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് പിന്നെ കാണാം.